റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് അയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് അയനാടൻ. ഫ്രാൻസിസ് മാർപ്പാപ്പ ഉപയോഗിച്ചിരുന്ന പോപ്പ് മൊബൈൽ എന്ന തുറന്ന വാഹനം ഇനി ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കും. വാഹനം മൊബൈൽ ഹെൽത്ത് ക്ലിനിക്കാക്കി മാറ്റി. 2014 ഫ്രാൻസിസ് മാർപ്പാപ്പ ബെത്ലഹേമിൽ വന്നപ്പോൾ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ആണ് മിറ്റ്സുബിഷി പിക്കപ്പ് വാഹനം അദ്ദേഹത്തിന് സഞ്ചരിക്കാനായി സമ്മാനിച്ചത്. കാത്തലിക് സംഘടനയായ കാരിത്താസിന്റെ നേതൃത്വത്തിലാണ് വാഹനത്തെ കുട്ടികൾക്കുള്ള മൊബൈൽ ക്ലിനിക്കാക്കി മാറ്റിയത്. ഗാസയിലെ കുഞ്ഞുങ്ങൾക്കുള്ള ആരോഗ്യ പരിപാലനത്തിന് ഇങ്ങനെയൊരു സംഭാവന ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് കാരിത്താസ് സെക്രട്ടറി ജനറൽ പറഞ്ഞു. ഗാസയിലെ കുഞ്ഞുങ്ങളെ ലോകം മറക്കില്ലെന്നതിന്റെ സാക്ഷ്യമായി ഈ വാഹനം നിലകൊള്ളുമെന്ന് കർദിനാൾ ആൻഡേഴ്സ് അർബോറിലിയസ് പറഞ്ഞു. പിക്കപ്പ് വാൻ മൊബൈൽ ക്ലിനിക്കാക്കാനുള്ള കാരിത്താസിന്റെ ആഗ്രഹം അന്തരിക്കുന്നതിന് മുമ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ അറിയിച്ചത് ഇദ്ദേഹമായിരുന്നു. ഒരു ദിവസം 200 കുട്ടികളെ ചികിത്സിക്കാൻ ഒതുങ്ങുന്ന രീതിയിലാണ് മൊബൈൽ ക്ലിനിക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. എന്നാൽ വെടിനിർത്തൽ ഔദ്യോഗികമായി നിലനിൽക്കുന്നതിനിടയിലും ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുന്നതിന്റെ പശ്ചാത്തലത്തിൽ വാഹനം എപ്പോൾ ഗാസയിലേക്ക് പ്രവേശിക്കുന്നതിൽ ഉറപ്പില്ലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഏപ്രിൽ 21 ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചത്. നിരവധി തവണ ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ശബ്ദിച്ചയാളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. 3 ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ളവരുടെ കുടിയേറ്റം സ്ഥിരമായി നിർത്തിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കുടിയേറ്റം അമേരിക്കയുടെ പുരോഗതിക്ക് തുറങ്കം വെച്ചതായും അദ്ദേഹം ട്രൂത്ത് സോഷ്യൽ പങ്കുവച്ച ദീർഘമായ കുറിപ്പിൽ കുറ്റപ്പെടുത്തി. അമേരിക്കൻ കുടിയേറ്റം കാത്തുകഴിയുന്ന വലിയൊരു വിഭാഗത്തിന് കനത്ത ആശങ്കയും ദുർവ്യാപകമായ പ്രത്യാഘാതം സൃഷ്ടിച്ചേക്കാവുന്ന പ്രഖ്യാപനമാണ് ട്രംപിന്റേത്. പൗരന്മാരില്ലാത്തവർക്കുള്ള എല്ലാ ഫെഡറൽ ആനുകൂല്യങ്ങളും സബ്സിഡികളും നിർത്തലാക്കുമെന്നും ട്രംപ് പറഞ്ഞു. ആഭ്യന്തര സമാധാനം തകർക്കുന്ന കുടിയേറ്റക്കാരുടെ പൗരത്വം റദ്ദാക്കുകയും പൊതുജനങ്ങൾക്ക് ഭാരമാകുന്നവരോ സുരക്ഷാ ഭീഷണിയാകുന്നവരോ പാശ്ചാത്യ സംസ്കാരമായി പൊരുത്തപ്പെടാത്തവരുമായ എല്ലാ വിദേശീയ പൗരന്മാരെ നാടുകടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തങ്ങൾ സാങ്കേതികമായി പുരോഗമിച്ചപ്പോഴും കുടിയേറ്റ നയം ആ നേട്ടങ്ങളുടെയും പലരുടെയും ജീവിത സാഹചര്യങ്ങളെയും ഇല്ലാതാക്കി. US സംവിധാനത്തിന് പൂർണ്ണമായി കരകയറാൻ അനുവദിക്കുന്നതിനായി എല്ലാ 3 ലോകരാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം ഞാൻ ശാശ്വതമായി നിർത്തിവെക്കും. ഉറക്കം തൂങ്ങികളായ ജോ ബൈഡന്റെ ദശലക്ഷക്കണക്കിന് നിയമവിരുദ്ധമായ പ്രവേശനങ്ങളെല്ലാം അവസാനിപ്പിക്കും. അമേരിക്കയ്ക്ക് മുതൽക്കൂട്ടില്ലാത്തവരെയോ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കാൻ കഴിയില്ലാത്തവരെയോ നീക്കം ചെയ്യും, ട്രംപ് പറയുന്നു. അഭയാർത്ഥി ഭാരമാണ് അമേരിക്കയിലെ സാമൂഹിക തകർച്ചയുടെ പ്രധാന കാരണമെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. റാവൽപിണ്ടിയിലെ അഡിയാല ജയിലിൽ കഴിയുന്ന പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ആരോഗ്യവാനാണെന്നും ജയിലിനുള്ളിൽ തന്നെയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. 2023 ജയിലിനുള്ളിലാണ് ഇമ്രാൻഖാൻ. തങ്ങളുടെ നേതാവിനെ പാകിസ്ഥാനെയും സർക്കാരും ചേർന്ന് ഉപദ്രവിക്കുകയാണെന്ന് ഇമ്രാൻഖാന്റെ പാർട്ടി PTI ആരോപിച്ചിരുന്നു. പലതവണ ഇമ്രാൻഖാനെ സന്ദർശിക്കുന്നതിന് കുടുംബത്തിന് അനുമതി നൽകിയിരുന്നില്ല. എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് ഇത്തരം നടപടികൾ സ്വീകരിച്ചതാണ് അധികൃതരുടെ വിശദീകരണം. അഡിയാല ജയിലിന് പുറത്തേക്ക് ഇമ്രാൻഖാനെ മാറ്റിയെന്ന വാർത്ത പൂർണ്ണമായും തെറ്റാണെന്നും അദ്ദേഹത്തിന് മതിയായ മെഡിക്കൽ കെയർ ഉറപ്പാക്കുന്നുണ്ടെന്നും ജയിൽ അധികൃതർ പറയുന്നു. അതേസമയം ഇമ്രാന്റെ സഹോദരി ഹലീമ ഖാൻ അദ്ദേഹത്തെ സന്ദർശിക്കാൻ ലഭിച്ചതിന് പിന്നാലെ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ട തരത്തിൽ പ്രചരിച്ച വാർത്ത വ്യാജമാണെന്ന് വ്യക്തമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ജയിൽ അധികൃതരുടെയും വിശദീകരണം. ഇതിനിടയിൽ ഇമ്രാൻഖാന് 5 സ്റ്റാർ സൗകര്യങ്ങളാണ് ജയിൽ നൽകുന്നതെന്നാണ് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പ്രതികരിച്ചിരുന്നത്. മികച്ച ഭക്ഷണമടക്കം ഒരു ആഡംബര ഹോട്ടലിൽ ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഇമ്രാൻഖാൻ ലഭിക്കുന്നുണ്ടെന്ന് മന്ത്രി പറയുന്നു. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. ഓൺലൈൻ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന അശ്ലീലവും നിയമവിരുദ്ധവുമായ ഉള്ളടക്കം നിയന്ത്രിക്കുന്നതിന് സമിതിയെ രൂപീകരിക്കാനാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. യൂട്യൂബർമാരായ രൺവീർ അർഹബാദിയും ആശിഷ് ചെഞ്ചാലിനും സമർപ്പിച്ച ഹർജികളിലാണ് നിർദ്ദേശം. സോഷ്യൽ മീഡിയയിൽ ആളുകൾ പോസ്റ്റ് ചെയ്യുന്ന കമന്റുകൾ ഏത് തരത്തിലുള്ളവയാണെന്ന് പരിശോധിക്കാൻ ആരെങ്കിലും വേണമെന്ന് സുപ്രീംകോടതി ഉത്തരവിൽ പറയുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യം മനുഷ്യരുടെ അവകാശമാണെങ്കിലും അതിന് ദുരുപയോഗം ചെയ്യരുതെന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു. സോഷ്യൽ മീഡിയ കണ്ടന്റുകളിൽ നിയന്ത്രണം കൊണ്ടുവരുന്നതിന് കേന്ദ്ര സർക്കാരിന് 4 ആഴ്ചത്തെ സമയമാണ് സുപ്രീംകോടതി നൽകിയിരിക്കുന്നത്. പൊതുപയോഗത്തിന് ഉപകാരപ്രദമായ കണ്ടന്റല്ലെന്ന് മുന്നറിയിപ്പ് നൽകണമെന്നാണ് ജസ്റ്റിസ് ജോയ് മിലയുടെ ബാജിയുടെ പ്രസ്താവനയിൽ പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലെ പ്രകടനത്തെ അടിസ്ഥാനമാക്കി സാമ്പത്തിക വളർച്ചയുടെയും സൈനിക ശേഷിയുടെയും പിൻബലത്തിൽ ഏഷ്യൻ പവർ ഇൻഡെക്സ് 2025 ഇന്ത്യ 3ാം സ്ഥാനത്തെത്തി. ഏഷ്യ പസഫിക്കൻ രാജ്യങ്ങളുടെ ആഗോള ശക്തി വിലയിരുത്തുന്നതിനുള്ള വിശകലന സംവിധാനമാണ് ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് വർഷാവർഷം പുറത്തിറക്കുന്ന ഏഷ്യൻ പവർ ഇൻഡെക്സ്. ഓസ്ട്രേലിയ ആസ്ഥാനമായുള്ള ഈ വിദഗ്ധ സംഘം 26 രാജ്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത്. 2025 കണക്കുകൾ പ്രകാരം അമേരിക്ക, ചൈന, ഇന്ത്യ, ജപ്പാൻ, റഷ്യ എന്നിവയാണ് മികച്ച 5 രാജ്യങ്ങൾ. പ്രമുഖ രാജ്യം പദവി ലഭിക്കുന്നതിനായി ഏഷ്യ പവർ ഇൻഡെക്സ് നിർവചിക്കുന്ന പരിധി ഇന്ത്യ മറികടന്നതിനെ തുടർന്നാണ് രാജ്യത്തിന് പുതിയ നേട്ടമുണ്ടായിരിക്കുന്നത്. 2025 ഇന്ത്യയുടെ സ്കോർ 9 പോയിന്റ് വർദ്ധിച്ച് 40 ആയതോടെ ജപ്പാനേക്കാൾ ചെറിയ ലീഡ് ഇന്ത്യക്ക് ലഭിക്കുകയായിരുന്നു. US, ചൈന എന്നിവയാണ് ഇന്ത്യക്ക് മുന്നിലുള്ള ശക്തികൾ. പോയവാരത്തെ കായിക വിശേഷങ്ങൾ. ചാമ്പ്യൻസ് ലീഗിൽ ഡച്ച് ടീമായ PSVയോട് വൻ തോൽവി ഏറ്റുവാങ്ങി ലിവർപൂൾ. 1-നെതിരെ 4 ഗോളുകൾക്കാണ് ആൻഫീൽഡിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലീഷ് വമ്പന്മാർ തോൽവി ഏറ്റുവാങ്ങിയത്. നിലവിൽ ചാമ്പ്യൻസ് ലീഗ് ടേബിളിൽ ലിവർപൂൾ 13ാം സ്ഥാനത്തും PSV 15ാം സ്ഥാനത്തുമാണ്. മറ്റു മത്സരങ്ങളിൽ ആഴ്സണൽ ബയേൺ മ്യൂണിക്കിനെ 3-1 പരാജയപ്പെടുത്തിയപ്പോൾ ഒളിമ്പ്യാക്കോസിനെ 3-നെതിരെ 4 ഗോളുകൾക്ക് റിയൽ മാഡ്രിഡ് വിജയിക്കുകയായിരുന്നു. ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളായ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും ഭാവി തീരുമാനിക്കുന്നതിന് വേണ്ടി പ്രത്യേക യോഗം ചേരാൻ BCCI. ഡിസംബർ 6 വിശാഖപട്ടണത്ത് നടക്കാനിരിക്കുന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 3ാം ഏകമത്സരം കഴിഞ്ഞ ശേഷമായിരിക്കും യോഗം ചേരുകയെന്നാണ് റിപ്പോർട്ട്. സെലക്ടർമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന പ്രത്യേക യോഗത്തിൽ പരിശീലകൻ ഗൗതം ഗംഭീറും ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും പങ്കെടുക്കും. 2027 ലോകകപ്പിലെ കോഹ്ലിയുടെയും രോഹിത്തിന്റെയും പങ്കാളിത്തം ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചയാകും. ഏകദിനങ്ങളിൽ മാത്രം സജീവമായ രോഹിത്തും കോഹ്ലിയും തങ്ങളുടെ 2027 ലോകകപ്പ് സാധ്യതകളെക്കുറിച്ച് ഇതുവരെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. എന്നാൽ ഫോർമാറ്റിൽ രോഹിത്തിന്റെയും കോഹ്ലിയുടെയും പങ്കിനെ സംബന്ധിച്ച് അവർ കൃത്യമായ ധാരണ നൽകുന്നതിന് വേണ്ടിയാണ് യോഗം ചേരുന്നതെന്ന് BCCI വൃത്തങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു.
ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലെൻസ് അയനാടൻ.